ഗുഡ് മോർണിംഗ്. അപ്പോൾ ഈ ഒരു സെക്ഷനിൽ നമ്മൾ പറയാൻ പോകുന്നത് IPsec പ്രോട്ടോക്കോൾസിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ IPsec പ്രോട്ടോക്കോൾ എന്തൊക്കെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പ്രോട്ടോക്കോൾസ് ഏതൊക്കെയാണ്, എന്തൊക്കെ ഫങ്ഷൻസ് ആണ് അത് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മളിതിൽ കവർ ചെയ്യുന്നത്. IPsec uses the security protocols to provide desired security services. These protocols are the heart of IPsec operations and everything else is designed to support these protocol in IPsec. അപ്പോൾ IPsecൽ യൂസ് ചെയ്യുന്ന പ്രോട്ടോക്കോൾ സെക്യൂരിറ്റി സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇത് ബേസ് ചെയ്തിട്ടാണ് IPsec ഓപ്പറേഷൻസ് ഒക്കെ എന്ത് ചെയ്തിട്ടുള്ളത്, സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡിസൈനിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ. Security associations between the communicating entities are established and maintained by security protocol used. ഇപ്പോൾ ഏത് സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ ആണ് യൂസ് ചെയ്യുന്നത് അതിന് റിലേറ്റഡ് ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, കണക്ഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നുണ്ട്, അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. There are two security protocols. രണ്ട് സെക്യൂരിറ്റി പ്രോട്ടോക്കോൾസ് പറയുന്നുണ്ട്. ഒതൻറ്റിക്കേഷൻ ഹെഡർ AHഉം എൻകാപ്സുലേറ്റിംഗ് സെക്യൂരിറ്റി പേലോഡ് ESP ആണ് രണ്ട് സെക്യൂരിറ്റി പ്രോട്ടോക്കോൾസ് IPsecൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്. ഇനി ഒതൻറ്റിക്കേഷൻ ഹെഡർ എന്താ? ദ AH പ്രോട്ടോക്കോൾ പ്രൊവൈഡ് സർവീസ് ഓഫ് ഡാറ്റ ഇൻറ്റഗ്രിറ്റി ആൻഡ് ഒറിജിൻ ഒതൻറ്റിക്കേഷൻ. ഡാറ്റ ഇൻറ്റഗ്രിറ്റിയും അതേപോലെ ഡാറ്റ ഒറിജിൻ്റെ ഒതൻറ്റിക്കേഷനുമാണ് AH പ്രോട്ടോക്കോൾ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്. ഇറ്റ് ഓപ്ഷനലി കാറ്റേഴ്സ് ഫോർ മെസ്സേജ് റിപ്ലൈ റെസിസ്റ്റൻസ്. മെസ്സേജ് റിപ്ലൈ അറ്റാക്കിനെ എന്ത് ചെയ്യുന്നുണ്ട്, റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഡസ് നോട്ട് പ്രൊവൈഡ് എനി ഫോം ഓഫ് കോൺഫിഡൻഷ്യാലിറ്റി. പക്ഷേ കോൺഫിഡൻഷ്യാലിറ്റി എന്നുള്ള സർവീസ് ഇവിടെ എന്ത് ചെയ്യുന്നില്ല, പ്രൊവൈഡ് ചെയ്യുന്നില്ല എന്നാണ് പറയുന്നത്. AH is a protocol that provides authentication of either all or part of the contents of a datagram by the addition of a header. അപ്പോൾ ഒരു ഡാറ്റാഗ്രാമിലുള്ള കംപ്ലീറ്റ് ഡാറ്റക്കും ഒന്നല്ലെങ്കിൽ കംപ്ലീറ്റ് കണ്ടൻറ്റിനും അല്ലെങ്കിൽ ഒരു പാർട്ടിന് എന്ത് ചെയ്യാണ്, ഒതൻറ്റിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ആരാണ്? AH ആണ്. അപ്പോൾ അതെങ്ങനെയാണ്, ഒരു ഹെഡർ ആഡ് ചെയ്ത് കണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഒതൻറ്റിക്കേഷൻ ചെയ്യുന്നത്. ദ ഹെഡർ ഈസ് കാൽക്കുലേറ്റഡ് ബേസ്ഡ് ഓൺ ദ വാല്യൂസ് ഇൻ ദ ഡാറ്റാഗ്രാം. ഡാറ്റാഗ്രാമിലുള്ള വാല്യൂസ് ബേസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഹെഡറിനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വാട്ട് പാർട്സ് ഓഫ് ദ ഡാറ്റാഗ്രാം ആർ യൂസ്ഡ് ഫോർ ദ കാൽക്കുലേഷൻ ആൻഡ് വേർ ടു പ്ലേസ് ദ ഹെഡർ ഡിപ്പെൻഡ്സ് ഓൺ ദ മോഡ് കോപ്പറേഷൻ. അപ്പോൾ ഈ മോഡ് കോപ്പറേഷൻ ബേസ് ചെയ്തിട്ടാണ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ട് ബേസ് ചെയ്തിട്ടാണ് എന്തുള്ളത്, എന്ത് പാർട്സാണ് ഡാറ്റാഗ്രാമിൽ ഈ ഹെഡറിനെ കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത്, ഈ ഹെഡറിനെ ഡാറ്റാഗ്രാമിൽ എവിടെയാണ് പ്ലേസ് ചെയ്യേണ്ടത് എന്നതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഈ ഒരു ട്രാൻസ്പോർട്ടിനെ അല്ലെങ്കിൽ ഈ ഒരു ടണലിനെ ബേസ് ചെയ്തിട്ടാണ്. ഏത് മോഡ് ഓഫ് ടണലാണ് അല്ലെങ്കിൽ ഏത് മോഡ് ഓഫ് ട്രാൻസ്പോർട്ട് എന്നുള്ളത് ബേസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. The operation of the AH protocol is simple. It can be considered similar to the algorithms used to calculate checksums or perform CRC checks for error detection. അപ്പോൾ AH പ്രോട്ടോക്കോളിൽ യൂസ് ചെയ്യുന്ന ഓപ്പറേഷൻസ് സിമ്പിളാണ്. അതായത് ഇത് സിമിലർ ആണ് ഏതിന്, നമ്മളെ ചെക്സം നമ്മൾ യൂസ് ചെയ്യാറില്ലേ, അതേപോലെ നമ്മൾ സൈക്ലിക് റിഡൻഡൻസി ചെക്ക്, CRC ചെക്സ്, എറർ ഡിറ്റക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നെറ്റ്വർക്കിൽ പഠിച്ചിട്ടുണ്ടാകും. അപ്പോൾ ഇതിനൊക്കെ സിമിലർ ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്ന അൽഗോരിതം. AH uses special hashing algorithm and a secret key known only to the communicating parties. അപ്പോൾ AH എന്തൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്, ഒരു സ്പെഷ്യൽ ഹാഷിംഗ് അൽഗോരിതം യൂസ് ചെയ്യുന്നുണ്ട്, അതേപോലെ ഒരു സീക്രട്ട് കീയും, അതായത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പാർട്ടീസ് തമ്മിൽ രണ്ടാൾക്കും അറിയുന്ന ഒരു സീക്രട്ട് കീയും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ യൂസ് ചെയ്യുന്നുണ്ട്. എ സെക്യൂരിറ്റി അസോസിയേഷൻ ബിറ്റ്വീൻ ടു ഡിവൈസസ് ഈസ് സെറ്റപ്പ് ദാറ്റ് സ്പെസിഫൈസ് ദീസ് പെർട്ടിക്കുലേഴ്സ്. അപ്പോൾ ഇത് റിലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഒരു സെക്യൂരിറ്റി അസോസിയേഷൻ രണ്ട് ഡിവൈസുകളും തമ്മിൽ എന്ത് ചെയ്യണം, ജനറേറ്റ് ചെയ്യണം. അപ്പോൾ നമുക്ക് നോക്കാം. ദ പ്രോസസ് ഓഫ് AH ആണ് ഇനി നമ്മൾ താഴെ ഈ ഓരോ ഫേസുകളായിട്ട് പറയുന്നത്. വെൻ IP പാക്കറ്റ് ഈസ് റിസീവ്ഡ് ഫ്രം അപ്പർ പ്രോട്ടോക്കോൾ സ്റ്റാക്ക്, അതായത് മുകളിലത്തെ പ്രോട്ടോക്കോൾ സ്റ്റാക്കിൽ നിന്ന് IP പാക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ IPsec ഡിറ്റർമൈൻ ദ അസോസിയേറ്റഡ് സെക്യൂരിറ്റി അസോസിയേഷൻ ഫ്രം അവൈലബിൾ ഇൻഫർമേഷൻ ഇൻ ദ പാക്കറ്റ്. ആ പാക്കറ്റ് നോക്കിയിട്ട് ഏതൊക്കെ തമ്മിലുള്ള അസോസിയേഷൻസ് ആണ് എന്നുള്ളത് ഈ ഒരു പാക്കറ്റ് നോക്കിയിട്ട് IPsec എന്ത് ചെയ്യും, ഡിറ്റർമൈൻ ചെയ്യും. അതായത് IP അഡ്രസ്സ്, എക്സാമ്പിൾ IP അഡ്രസ്സ്, അപ്പോൾ സോഴ്സ് ഡെസ്റ്റിനേഷനൊക്കെ ആ ഒരു പാക്കറ്റിലുള്ള IP അഡ്രസ്സ് നോക്കിയാൽ കിട്ടും. പിന്നെ ഫ്രം സെക്യൂരിറ്റി അസോസിയേഷൻ വൺസ് ഇറ്റ് ഈസ് ഐഡൻറ്റിഫൈഡ് ദാറ്റ് സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ ഈസ് AH. അപ്പോൾ ഈ സെക്യൂരിറ്റി അസോസിയേഷൻ നോക്കുമ്പോൾ അതിൽ യൂസ് ചെയ്തിട്ടുള്ള സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ AH ആണ് എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ദ പാരാമീറ്റർ ഓഫ് AH ഹെഡർ കാൽക്കുലേറ്റഡ്. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ AHൻ്റെ ഹെഡർ എന്ത് ചെയ്യണം, കാൽക്കുലേറ്റ് ചെയ്യണം.
അതിൻ്റെ പാരാമീറ്റേഴ്സിനെ കാൽക്കുലേറ്റ് ചെയ്യണം. ദ ഏജ് ഹെഡർ കൺസിസ്റ്റ് ഓഫ് ഫോളോയിങ് പാരാമീറ്റേഴ്സ്. അതാണ് അങ്ങോട്ട് ആരോ മാർക്ക് കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഹെഡറിൽ ഇത്രയും പാരാമീറ്റേഴ്സാണ് ഉണ്ടാവുക. നെക്സ്റ്റ് ഹെഡർ, പേലോഡ് ലെങ്ത്ത്, റിസർവ്ഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഇത്, പിന്നെ സെക്യൂരിറ്റി പാരാമീറ്റേഴ്സ്, ഇൻഡെക്സ്, SPI, സീക്വൻസ് നമ്പർ ഫീൽഡ്, ഒതൻറ്റിക്കേഷൻ ഡാറ്റ അല്ലെങ്കിൽ വേരിയബിൾ. അപ്പോൾ ഇത്രയും പാരാമീറ്റേഴ്സാണ് അതിൽ ഉണ്ടാവുക ഹെഡറിൽ. The header field specifies the protocol of packet following age header. അപ്പോൾ പാക്കറ്റിൽ യൂസ് ചെയ്ത പ്രോട്ടോക്കോൾ ഏതാണെന്ന് സ്പെസിഫൈ ചെയ്തിട്ടുള്ളതാണ് അടുത്തത് പറയുന്നത്. അത് ഏതിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും? ഹെഡർ ഫീൽഡിൽ സ്പെസിഫൈ ചെയ്തിട്ടുണ്ടാവും. ഏജ് ഹെഡർ കഴിഞ്ഞാൽ പിന്നെ വരുന്നത് ഹെഡർ ഫീൽഡറാണ്. ആ ഹെഡർ ഫീൽഡിൽ എന്ത് ചെയ്തിട്ടുണ്ട്? പാക്കറ്റിൽ യൂസ് ചെയ്ത പ്രോട്ടോക്കോളിനെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അതാണ് പറഞ്ഞത് ദ ഹെഡർ ഫീൽഡ് സ്പെസിഫൈസ് ദ പ്രോട്ടോക്കോൾ ഓഫ് പാക്കറ്റ് ഫോളോയിങ് ഏജ് ഹെഡർ. സീക്വൻസ് പാരാമീറ്റർ ഇൻഡെക്സ് SPI ഈസ് ഒബ്റ്റെയിൻഡ് ഫ്രം സെക്യൂരിറ്റി അസോസിയേഷൻ എക്സിസ്റ്റിംഗ് ബിറ്റ്വീൻ കമ്മ്യൂണിക്കേറ്റിംഗ് പാർട്ടീസ്. അപ്പോൾ രണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പാർട്ടീസിൽ നിന്ന് കിട്ടുന്നതാണ് ഏത്? സീക്വൻസ് പാരാമീറ്റർ ഇൻഡെക്സ് SPI എന്ന് പറയുന്നത്. അത് രണ്ടൊന്നും കിട്ടുന്നതാണ്. സീക്വൻസ് നമ്പർ ഈസ് കാൽക്കുലേറ്റഡ്. എന്നിട്ട് എന്ത് ചെയ്യും? സീക്വൻസ് നമ്പർ കാൽക്കുലേറ്റ് ചെയ്യും, എന്നിട്ട് അത് ഇൻസേർട്ട് ചെയ്യും. ദീസ് നമ്പേഴ്സ് പ്രൊവൈഡ് ഓപ്ഷണൽ capability to AH to resist റിപ്ലൈ അറ്റാക്ക്. അപ്പോൾ AHനെ റിപ്ലൈ അറ്റാക്ക് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് ഈ സീക്വൻസ് നമ്പറുകളാണ്. കാൽക്കുലേറ്റ് ചെയ്ത് വെച്ച ഈ സീക്വൻസ് നമ്പറുകളാണ്. ഒതൻറ്റിക്കേഷൻ ഡാറ്റ ഈസ് കാൽക്കുലേറ്റഡ് ഡിഫറെൻ്റ്ലി ഡിപ്പെൻഡിങ് അപ്പോൺ ദ കമ്മ്യൂണിക്കേഷൻ മോഡ്. കമ്മ്യൂണിക്കേഷൻ മോഡിനനുസരിച്ചാണ് ഒതൻറ്റിക്കേഷൻ ഡാറ്റ എന്ത് ചെയ്യുന്നത്? കാൽക്കുലേറ്റ് ചെയ്യുന്നത്. In transport mode, the calculation of authentication data and assembling of final IP packet for transmission is ഡയഗ്രത്തിൽ പറയുന്നുണ്ട്, താഴെ വരുന്നുണ്ട്. In the original IP header, change is made only in protocol number as 51 to indicated application of AH. അപ്പോൾ ഒറിജിനൽ IP ഹെഡറിൽ ചേഞ്ച് വരുത്തിയിട്ടുള്ളത് അതിൻ്റെ പ്രോട്ടോക്കോൾ നമ്പറായ 51 മാത്രമാണ്. അപ്പോൾ ഇവിടെ നോക്കുക, നമ്മളെ ഡയഗ്രാം നോക്കുക. അപ്പോൾ ഡയഗ്രത്തിൽ ആദ്യം ഒറിജിനൽ IP ഡാറ്റാഗ്രാം വെച്ചിട്ടുള്ളത് കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ട്രാൻസ്പോർട്ട് മോഡിൽ വരുമ്പോൾ എങ്ങനെയാണെന്നുള്ളത്. അപ്പോൾ ട്രാൻസ്പോർട്ട് മോഡിൽ വരുമ്പോൾ നമ്മൾ ഒറിജിനൽ IP ഹെഡറിൻ്റെ വാല്യൂ, ഇതൊരു എക്സാമ്പിളായിട്ട് കാണിച്ചത് കേട്ടോ. ഒറിജിനൽ IP ഹെഡറിൻ്റെ വാല്യൂ 51 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് ഏത് ടൈപ്പ് ഓഫ് മോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, ആ മോഡിനനുസരിച്ചാണ് എന്ത് വരിക, കമ്മ്യൂണിക്കേഷൻ മോഡ് ഏതാണ് അതിനനുസരിച്ചാണ് നമ്മൾ ഒതൻറ്റിക്കേഷൻ ഡാറ്റനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഫസ്റ്റ് കേസ് പറയുന്നത് നമ്മൾ ഒറിജിനൽ IP ഡാറ്റാഗ്രാം പോർട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത് 51 ആയിട്ടാണ്. എന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്, അത് പാസ് ചെയ്യുന്നതൊക്കെ. പിന്നെ ഇവിടെ യൂസ് ചെയ്ത അൽഗോരിതമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡിജിറ്റൽ സിഗ്നേച്ചർ പ്രൊഡ്യൂസർ ബൈ എ മാക് അൽഗോരിതം വെച്ച് മാക് അൽഗോരിതം യൂസ് ചെയ്ത് ഡിജിറ്റൽ സിഗ്നേച്ചർ ചെയ്തതാണ് എന്നതൊക്കെയാണ് പറയുന്നത്. ഇവിടെ നോക്കേണ്ട കാര്യം, നമ്മൾ ഒറിജിനൽ IP ഹെഡർ സെറ്റ് ചെയ്തിട്ടുള്ളത് 51 ആയിട്ടാണ് എന്നതാണ്. നേരെ അപ്പുറത്ത് കാണിക്കുന്നത് ടണൽ മോഡ് വരുന്നതാണ്. ടണൽ മോഡ് വരുമ്പോൾ എങ്ങനെയാണ് വരിക? അവിടെ ഒറിജിനൽ IP ഹെഡറിന് 51 എന്നുള്ള വാല്യൂ എന്ത് ചെയ്തിട്ടില്ല, സെറ്റ് ചെയ്തിട്ടില്ല. അതേപോലെ തന്നെ അവിടെ ഒരു പുതിയ IP ഹെഡറും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആ IP ഹെഡറാണ് അവിടെ ലാസ്റ്റ് എൻഡിൽ കാണിച്ചിട്ടുള്ളത്. ആ രണ്ട് ഡിഫറൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ഡയഗ്രാം കാണിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഇവിടെയും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നമ്മളെ ഡിജിറ്റൽ സിഗ്നേച്ചർ മാക് അൽഗോരിതം യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അതിലേക്കുള്ള കണക്ഷൻസും കാര്യങ്ങളും അങ്ങനെ കുറേ ഇത് പറയുകയാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട 2 പോയിൻറ്റ്സാണ് ആ ഡയഗ്രത്തിൽ ഞാൻ പറഞ്ഞത് കേട്ടോ. അതിൻ്റെ എക്സാമ്പിളായിട്ട് കൊടുത്തതാണ് ഈ ഡയഗ്രാം. പിന്നെ അടുത്തത് വരുന്നത് എൻകാപ്സുലേഷൻ സെക്യൂരിറ്റി പ്രോട്ടോക്കോളാണ് ESP provides security services such as confidentiality, integrity, origin authentication and റിപ്ലൈ റെസിസ്റ്റൻസ്. റിപ്ലൈ അറ്റാക്കിനെ റെസിസ്റ്റൻറ്റും ചെയ്യും. ഇപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഏത് ചോദിച്ചാലും നമുക്ക് സെക്യൂരിറ്റിയിൽ ഇതൊക്കെ എഴുതാൻ പറ്റും അല്ലേ. The set of services provided depends on options selected at the time of security associations established in ESP. Algorithms used for encryption and generating authenticator are determined by ആട്രിബ്യൂട്ട്സ് യൂസ്ഡ് ടു ക്രിയേറ്റ് സെക്യൂരിറ്റി. അപ്പോൾ സെക്യൂരിറ്റി അസോസിയേഷൻസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടുകളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ഏത് എൻക്രിപ്ഷനാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, ഏത് അൽഗോരിതമാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഒതൻറ്റിക്കേറ്ററിനെ ജനറേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഡിറ്റർമൈൻ ചെയ്യുന്നത്. അതായത് 2 പാർട്ടീസ് തമ്മിലുള്ള സെക്യൂർ ആയിട്ടുള്ള ഒരു അസോസിയേഷൻ ഉണ്ടാക്കുമ്പോൾ അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന ആട്രിബ്യൂട്ടുകളെ ബേസ് ചെയ്തിട്ട് ആണ് എന്തുണ്ടാവുക, ഏത് ടൈപ്പ് ഓഫ് എൻക്രിപ്ഷൻ അൽഗോരിതമാണ് യൂസ് ചെയ്യേണ്ടത്, ഏത് ഒതൻറ്റിക്കേറ്ററിനെയാണ് ജനറേറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ തീരുമാനിക്കുന്നത്. അപ്പോൾ ESPയുടെ പ്രോസസ്സിംഗ് ആണ് താഴെ കാണിച്ചിട്ടുള്ളത്. ഇത് ആദ്യത്തെ 2 സ്റ്റെപ്പ്, ദ ഫസ്റ്റ് 2 സ്റ്റെപ്സ് ആർ സിമിലർ ടു പ്രോസസ് ഓഫ് AHന്. അതേപോലെ എന്താണ്, സിമിലർ ആണ്.
once it is determined that ESP is involved, the fields of ESP packet are calculated. The ESP field arrangement is depicted in the following diagram. അപ്പോൾ എവിടേക്കാണ് ആദ്യം വന്നത്? SPI സെക്യൂരിറ്റി പാരാമീറ്റർ ഇൻഡെക്സ് ഉണ്ട്, അത് നമ്മൾ AHലും ഉണ്ടായിരുന്നു. പിന്നെ അതേപോലെ ഒരു സീക്വൻസ് നമ്പർ, അതും AHലുണ്ടായിരുന്നു. പിന്നെന്തായി? എൻക്രിപ്റ്റഡ് പേലോഡ് വേരിയബിൾ ഉണ്ട്, പാഡിംഗ് വേരിയബിൾ, പാഡിംഗ് ലെങ്ത്ത്, നെക്സ്റ്റ് ഹെഡർ ഏതാണ് എന്നുള്ളതും കൂടെ സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. പിന്നെ ഒതൻറ്റിക്കേഷൻ ഡാറ്റയും സ്പെസിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത്രയും പ്രോസസ്സുകളാണ് ഏതിൽ വരുന്നത്? നമ്മൾ ESPയിൽ വരുന്നത്. അപ്പോൾ നമ്മൾ ഡയഗ്രത്തിൽ നമ്മൾ ആദ്യത്തെ 2 ഫീൽഡുകൾ എന്ന് പറയുന്നത് നമ്മൾ AHന് സിമിലർ ആണ് എന്ന് പറഞ്ഞു, SPIയും സീക്വൻസ് നമ്പറും. പിന്നെ ഇതിൽ എൻക്യാപ്സുലേഷൻ സെക്യൂരിറ്റി പ്രോട്ടോക്കോൾ ESP ഇൻവോൾവ് ചെയ്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം? ESP പാക്കറ്റും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം, അതിൻ്റെ ഫീൽഡും കൂടെ കാൽക്കുലേറ്റ് ചെയ്യണം. ഇത്രയും മനസ്സിലാക്കുക. അതിൻ്റെ ഡെപ്തിലേക്ക് നിങ്ങൾക്ക് വേണ്ട. ESP പാക്കറ്റിൻ്റെ ഫീൽഡും കൂടെ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. ESP പ്രോട്ടോക്കോൾ ഇൻവോൾവ് ചെയ്തിട്ടുണ്ടെങ്കിൽ കേട്ടോ. Once it is determined that ESP is involved, the fields of ESP packet are calculated. അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും കൂടെ എന്ത് ചെയ്യണം? കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ അടുത്തത് ഈ പറഞ്ഞ കാര്യം തന്നെ നമ്മൾ ട്രാൻസ്പോർട്ട് മോഡിലും നമ്മൾ ടണൽ മോഡിലും വരുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളതാണ്. അപ്പോൾ ട്രാൻസ്പോർട്ട് മോഡിൽ വരുമ്പോൾ ഒറിജിനൽ IP ഹെഡറും പിന്നെ ബാക്കിയുള്ള ഹെഡേഴ്സും പേലോഡ്സും പിന്നെ ESP ട്രെയിലറും അതും ചേർന്ന് സീക്രട്ട് കീയും കൂടിയാണ് എൻക്രിപ്ഷൻ അൽഗോരിതത്തിലേക്ക് പോകുന്നത്. ഇവിടെ എക്സാമ്പിളായി കൊടുത്തിട്ടുള്ളത് DS വിത്ത് CBC അൽഗോരിതമാണ്. അപ്പോൾ അതിലേക്ക് ഇത് മൊത്തമാണ് പോകുന്നത്. പിന്നെ ഒറിജിനൽ IP ഹെഡർ 50 ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ESP ഇൻവോൾവ് ചെയ്താൽ അതിൻ്റെ ഫീൽഡുകളും ചേർക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ESP ഹെഡർ ഉണ്ട്, പിന്നെ ബാക്കിയുള്ള അതർ ഹെഡേഴ്സ്, പേലോഡ്, ESP ട്രെയിലറൊക്കെ ഉണ്ട്. പിന്നെ ESP ഒതൻറ്റിക്കേഷനും ഒന്നും കൂടെ എക്സ്റ്റെൻസിബിളായിട്ട് വന്നിട്ടുണ്ട്. ഒതൻറ്റിക്കേറ്റഡ് പാർട്ടാണ് നമ്മൾ ഏറ്റവും താഴെ കാണിച്ചിട്ടുള്ളത്. ട്രാൻസ്പോർട്ട് മോഡിലാണെങ്കിൽ ഇങ്ങനെ വരിക. നമ്മൾ ടണൽ മോഡാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരിക? നമ്മൾ IP ഹെഡറും അതർ ഹെഡേഴ്സ് പ്ലസ് പേലോഡ്സും നമ്മൾ ESP ട്രെയിലറും സീക്രട്ട് കീയും കൂടെ ഏതിലേക്ക് പോകും? നമ്മൾ എൻക്രിപ്ഷൻ അൽഗോരിതത്തിലേക്ക് പോകും. അപ്പോൾ ടണൽ മോഡിലാകുമ്പോൾ ടണൽ എന്ത് ചെയ്യുന്നുണ്ട്? പുതിയ ഒരു IP ഹെഡറും കൂടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അതാണ് വ്യത്യാസം. ആ വ്യത്യാസം കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഒരു പുതിയ IP ഹെഡറും കൂടെ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ പിന്നെ ഇത് പാസ് ചെയ്ത് വരുമ്പോൾ ഈ പുതിയ IP ഹെഡറും കൂടെ ഇതിലേക്ക് ചേർത്തിയിട്ടാണ് പിന്നെ ഒതൻറ്റിക്കേറ്റഡ് പാർട്ട് വരുന്നത്. കണ്ടില്ല? പുതിയ IP ഹെഡറും കൂടെ അതിലേക്ക് ചേർത്തിയിട്ടാണ് നമ്മൾ ഒതൻറ്റിക്കേറ്റഡ് പാർട്ട് വരുന്നത്. ഈ ESPൻ്റെ സർവീസസിൻ്റെ പ്രൈമറി എന്ന് പറയുന്നത് ഒതൻറ്റിക്കേഷനും കോൺഫിഡൻഷ്യാലിറ്റി ആണെങ്കിലും അതെന്താണ്? ചില സമയത്ത് ഓപ്ഷണലാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ബേസിക് കൺസെപ്റ്റ് എന്ന് പറയുന്നത് ESP യൂസ് ചെയ്യുന്നത് ഒരാൾക്ക് ഒതൻറ്റിക്കേഷനും എൻക്രിപ്ഷനും വേണമെങ്കിൽ എന്ത് ചെയ്യാം? അയാൾക്ക് ESP പ്രോട്ടോക്കോൾ യൂസ് ചെയ്യാം. അതേ സ്ഥാനത്ത് ഇയാൾക്ക് ഒതൻറ്റിക്കേഷൻ മാത്രം മതി, എൻക്രിപ്ഷൻ വേണ്ട എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഏത് പ്രോട്ടോക്കോൾ യൂസ് ചെയ്യാം? AH യൂസ് ചെയ്യാം. ഇതാണ്. അപ്പോൾ അത് രണ്ടും തമ്മിൽ. ഇപ്പോൾ ഒതൻറ്റിക്കേഷനും എൻക്രിപ്ഷനും വേണമെന്നുണ്ടെങ്കിൽ ESP യൂസ് ചെയ്യുക. എക്സ്റ്റെൻഡഡ് ഒതൻറ്റിക്കേഷൻ വിത്തൗട്ട് എൻക്രിപ്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ AH യൂസ് ചെയ്യുക. പിന്നെ ഈ ഡയഗ്രാം അത്ര ഡെപ്തിൽ പഠിക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ആ ഒരു ചെറിയ ഡിഫറൻസുകൾ കാണിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കാണിച്ചിട്ടുള്ളത് കേട്ടോ. ESP എന്താണെന്ന് ചോദിക്കുമ്പോൾ അതിനെക്കുറിച്ച് എന്ത് ചെയ്യുക? നിങ്ങൾ എഴുതുക ഓരോന്നും. അപ്പോൾ ഒന്ന് സ്പെസിഫൈ ചെയ്താൽ മതി ഈ ഒരു ട്രാൻസ്പോർട്ട് മോഡും ടണൽ മോഡും കേട്ടോ. താങ്ക് യു.